കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയിൽ ലൈംഗികാരോപണത്തിൽ നടപടി നേരിട്ട അധ്യാപകനെ വീണ്ടും സസ്പെൻഡ് ചെയ്തു. അധ്യാപകനെ തിരിച്ചെടുത്തതിനെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സർവകലാശാലയുടെ തിരിച്ചെടുക്കൽ തീരുമാനം. പരീക്ഷ ഹാളിൽ കുഴഞ്ഞു വീണ വിദ്യാർത്ഥിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ലൈംഗിക അതിക്രമം. ഇതാണ് അധ്യാപകനെതിരെ ആദ്യമുയർന്ന പരാതി. പിന്നാലെ ക്ലാസ് മുറിയിലെ ലൈംഗിക ചുവയോടെയുള്ള സംസാരം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി നിരവധി വിദ്യാർത്ഥികൾ രേഖാമൂലം പരാതി നൽകി. തുടർന്നാണ് MA ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഇഫ്തിഖർ അഹമ്മദിനെ സർവകലാശാല സസ്പെൻഡ് ചെയ്തത്. വിദ്യാർത്ഥിയുടെ പരാതിയിൽ ബേക്കൽ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തു. സർവകലാശാലയിൽ കൂടുതൽ അന്വേഷണത്തിന് ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റിയെ VC ചുമതലപ്പെടുത്തി. എന്നാൽ 2 മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ അധ്യാപകന് അനുകൂലമായാണ് കമ്മിറ്റി റിപ്പോർട്ട് നൽകിയത്. പിന്നാലെ സസ്പെൻഷൻ നടപടി സർവകലാശാല പിൻവലിച്ചു. ഇതോടെയാണ് ക്യാമ്പസിൽ വിദ്യാർത്ഥി സംഘടനകളുടെ ശക്തമായ പ്രതിഷേധമുയർന്നത്. ICC അന്വേഷണം ഇതിൻ്റെ അകത്ത് പൂർത്തിയാക്കിയിട്ട് അവിടെ ഇവിടെയും തൊടാത്ത രീതിയിൽ, അതായത് കുറ്റക്കാരനാണെന്നും പറയുന്നില്ല എന്നാൽ കുറ്റവിമുക്തനാണ് എന്നും പറയുന്ന അല്ലാത്ത രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് ICCയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മറപിടിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി ഈ അധ്യാപകൻ്റെ സസ്പെൻഷൻ പിൻവലിക്കുക എന്നുള്ളൊരു നിലപാടിലേക്കാണ് യൂണിവേഴ്സിറ്റി പോയിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് താല്പര്യമുള്ള ആളുകളുടെ സസ്പെൻഷൻ ഇവർക്ക് പിൻവലിച്ചു കൊടുക്കുക, അതിനായിട്ട് മുടന്ത ന്യായങ്ങളും നിയമത്തിലെ നൂലാമാലകളും കണ്ടെത്തിയിട്ടുള്ള ഒരു രീതിയിലേക്കാണ് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ പോകുന്നത്. ആരോപണ വിധേയനായ അധ്യാപകനെതിരെ തുറന്നടിച്ച് കൂടുതൽ വിദ്യാർത്ഥികൾ രംഗത്തെത്തി. ഈ അധ്യാപകൻ ഇപ്പോൾ നമ്മളൊരു അസൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിൻ്റെ റിമാർക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് പുള്ളി ലേറ്റായിട്ട് കുട്ടികളോട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. അപ്പം അതിന് കമൻസ് പറയുന്ന രീതി ആണെങ്കിൽ പോലും വളരെ സെക്ഷലായിട്ടുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുക. ഒരു അധ്യാപകന് ചേർന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള പ്രതികരണമല്ല ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഒരു ട്രോമാറ്റൈസ്ഡ് ഒക്കെ ആയിട്ടുള്ളൊരു കുട്ടിയൊക്കെ ക്ലാസ്സിലുണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെയധികം ട്രിഗേർഡ് ആവുന്ന രീതിയിൽ വളരെയധികം അഡൾട്ട് ജോക്സും കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് പറയുന്ന ആ രീതിയാണ് അയാൾ തുടർന്നുകൊണ്ട് പോകുന്നത്. അദ്ദേഹം എപ്പോഴും ക്ലാസ്സിൽ വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ. നമുക്ക് എപ്പോഴും പഠിപ്പിക്കുന്ന വിഷയം അതെപ്പോഴും ഒരു സെക്ഷൽ കണോട്ടേഷൻ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ തുടക്കം വരെ നമുക്കൊരു വളരെ മോശമായുള്ള അൺകംഫർട്ടബിളുള്ള രീതിയിലാണ് പുള്ളി എപ്പോഴും ക്ലാസ് എടുക്കാറ്. ഇത് നമ്മൾ നേരത്തെ തന്നെ പരാതിപ്പെടാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു എക്സ്ട്രീമിറ്റിലേക്ക് പോയപ്പോഴാണ് നമ്മൾ ഇങ്ങനൊരു എടുത്തത്. പോലീസ് കേസ് നിലനിൽക്കുന്ന സംഭവത്തിൽ തിടുക്കപ്പെട്ട് അധ്യാപകന് ക്ലീൻ ചിറ്റ് നൽകിയതിൽ ഉന്നതതല ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയിൽ നിന്നും അഭിലാഷ് പള്ളിക്കരക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24.